ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഹെയർ വാക്സ് ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം 4 സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്പൂണോളമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലെമണാണ്. ലെമണിൻ്റെ വലിയ ലെമൺ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് മതി, ഹാഫ് പോർഷൻ്റെ ജ്യൂസ് മതി കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ലെമൺ ചെറുതുമാണ്, പിന്നെ ജ്യൂസ് അധികം ഇല്ലാത്തതുമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഫുൾ ലെമൺ അങ്ങ് എടുത്തു കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ സ്ഥിരമുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ വാക്സ് ആണിത്. ഇപ്പം പാർലറിൽ അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മൾ ആ സ്ട്രിപ്പൊക്കെ മേടിച്ച് ചെയ്യുമ്പം ഈവൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചിലർക്ക് ചൂടുകുരു പോലെ ഇങ്ങനെ ചുമന്ന് കുരുക്കൾ വരാറുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ലെമൺ ജ്യൂസ് എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ്. അപ്പം ഹണിയൊക്കെ മേടിക്കുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള നല്ല ഹണി യൂസ് ചെയ്യാനായിട്ട് നോക്കണേ. അപ്പം 2:1 എന്ന റേഷ്യോയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് 1 സ്പൂൺ ലെമൺ ജ്യൂസ് ആണെങ്കിൽ ഏകദേശം ഒരു 2 സ്പൂണോളം എടുത്ത് ഹണിയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഞാൻ സ്പൂണളവൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ഏകദേശം കണക്ക് വെച്ചാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഏകദേശം 1/2 ഗ്ലാസോളം വെള്ളം കൂടെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. വെള്ളം കൂടി പോകരുത്, ആവശ്യാനുസരണം 1/2 ഗ്ലാസ് മിച്ചം വെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പം ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെക്കരുത്, അത്യാവശ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചൂടാക്കുക. കാരണം നമുക്ക് ആ ഒരു വെള്ളം, നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവൻ നന്നായിട്ട് വറ്റി നല്ല സ്റ്റിക്കി പരുവത്തിനായിട്ട് വരണം കേട്ടോ. അപ്പം അത്യാവശ്യം ഒരു ടൈം എടുക്കും. അപ്പം ഇളക്കാൻ മറക്കരുത്, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കുറേ നേരം ഇളക്കി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു പരുവ് എത്തണത്. അപ്പോൾ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഏകദേശം ആ പാനിൻ്റെ ചൂടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ചൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുണ്ട്, ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പം ഒട്ടണ രീതിയിൽ ആ ഒരു പരുവം ആകുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കാലിലാണ് കേട്ടോ അപ്ലൈ ചെയ്യണത്. തണുത്ത ശേഷം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തണുക്കരുത്, എന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആണ്. ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ ആ ഒരു കുറച്ചും കൂടി അത് തണുക്കും തോറുമേ അത് ആ ഒരു സ്റ്റിക്നെസ് കൂടത്തുള്ളൂ കേട്ടോ. അപ്പം നന്നായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പെയിൻ വരുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ ഹെയർസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരു പെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറമേ നമുക്ക് ഇതുപോലെ നമ്മുടെ പാടിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു സ്ട്രിപ്പില്ലേ, ആ സ്ട്രിപ്പ് പൊളിച്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യാം. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിത് രണ്ടും നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ഈ ഒരു സ്ട്രിപ്പ് യൂസ് ചെയ്ത് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അകത്തെ ആ ഒരു ചെറിയ പോർഷൻ ആകുമ്പം ഇച്ചിരി പശ പോയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതിങ്ങനെ പൊളിച്ചെടുക്കാനും എളുപ്പമാണ്. അപ്പം നമ്മൾ ശരിക്കുള്ള വാക്സ് സ്ട്രിപ്പിൻ്റെ അതേ ആ ഒരു കറക്റ്റ് പേപ്പറിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ ഇതും. അപ്പം ഞാനിത് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നമ്മൾ സാധാരണ വാക്സ് ഒട്ടിക്കില്ലേ, നമ്മൾ ആ സ്ട്രിപ്പ് ഒട്ടിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഹെയർസ് വളർന്നു വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം കേട്ടോ ഇത് പൊളിക്കാനായിട്ട്. ഇപ്പം നോക്കിക്കേ, നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈവൻ എനിക്ക് വാക്സ് സ്ട്രിപ്പ് യൂസ് ചെയ്താൽ പോലും ഇത്ര നന്നായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ നന്നായിട്ട് അതിൽ വന്നിട്ടുണ്ട്. ആ ചെയ്ത അത്രയും പോർഷനിലെ ഫുള്ള് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അത് തന്നെ ബാക്കി ഏരിയാസിലും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വലിച്ചെടുക്കുകയാണ്. അപ്പോഴും ആ ഹെയർസ് ഫുള്ളായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു ഹെയർസ് ഫോയെടുത്ത് കണ്ടില്ലേ, നമ്മൾ ഇതിനകത്ത് ലെമണ് അതുപോലെ തന്നെ ഷുഗറൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടിനും നമ്മുടെ സ്കിന്നിനകത്ത് പോഴ്സിനകത്തുനിന്ന് നമ്മുടെ ഡേർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കാനും സ്കിന്നൊന്ന് ഗ്ലോ ആക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അടുത്തൊരു ടിപ്പെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി പൗഡർ, നമ്മൾ ആ ഒരു വാക്സ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ കുറച്ച് പൗഡർ ഇടാം കേട്ടോ. പൗഡർ ഇട്ടിട്ട് ഇതുപോലെ ആ ഒരു വാക്സ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ വലിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പേപ്പർ വെച്ച് കാണിച്ചു തരാം. നമ്മുടെ സാധാ ബുക്കിലെ പേപ്പറില്ലേ, ആ ഒരു ബുക്കിലെ പേപ്പർ വെച്ച് കാണിച്ചു തരാം. അപ്പം ഞാൻ അതിന് മുമ്പൊന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക ടിഷ്യൂ വെച്ച് നോക്കി. പക്ഷേ ടിഷ്യൂവിൽ നമുക്ക് അതുപോലെ വരത്തില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് വെച്ചാലും നന്നായിട്ട് ഹെയർസ് പോരും കേട്ടോ. നല്ല കട്ടി വേണം, അല്ലെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആ പേപ്പർ വെച്ച് കൊടുത്തു. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ആ ഒരു ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വലിച്ചെടുക്കുമ്പോൾ ഇതിലും നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രം ഇത് വലിച്ചെടുക്കാവുള്ളൂ. ഇപ്പം നോക്കിക്കേ, നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുക. നമ്മൾ പുറത്തുനിന്ന് വാക്സ് മേടിക്കുന്നേക്കാളും നമുക്ക് എന്താ പറയുന്ന ഒരു ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഗ്ലോ ഇല്ലേ, ആ ഒരു പോർഷനിൽ ആ ഒരു ഗ്ലോയും നമുക്ക് നമ്മുടെ സ്കിന്നിൽ കിട്ടും കേട്ടോ. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഈ രണ്ട് ട്രിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.